ആർ യു നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെൽഫ് കെയർ? യെസ് എന്ന കമൻറ്റിലൂടെ അഫർമേഷൻ ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വ്യക്തിത്വം അതുപോലെ തന്നെ നമ്മുടെ ആകർഷണീയതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, ഗ്രൂമിംഗ് റൂട്ടീൻ തുടങ്ങിയവയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന കാര്യം നമുക്കറിയാം. എന്നിരുന്നാലും ഭൂരിഭാഗം പുരുഷന്മാർക്കും ഗ്രൂമിംഗ് ചെയ്യുമ്പോൾ തങ്ങളുടെ സൗന്ദര്യം നശിപ്പിക്കാൻ സാധ്യതയുള്ള ഗ്രൂമിംഗ് മിസ്റ്റേക്സിനെ പറ്റി കൃത്യമായി അറിയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ലുക്സിനെ വളരെ മോശമായി ബാധിക്കാം. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ശരീര സൗന്ദര്യം നശിപ്പിക്കാൻ സാധ്യതയുള്ള ചില ഗ്രൂമിംഗ് മിസ്റ്റേക്സിനെ കുറിച്ചും അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചും ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്പർ 1, ലാക്ക് ഓഫ് എക്സസൈസ്. നിങ്ങളുടെ ശരീരം ഷേപ്പ് ഇല്ലാത്തതാണെങ്കിൽ അത് നിങ്ങളൊരു മടിയനാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഇതാണ് കയ്പ് നിറഞ്ഞ സത്യം. ദുർബലമായ ശരീരം ദുർബലമായ മനസ്സിനെ സൃഷ്ടിക്കുന്നുവെന്നത് പഠനങ്ങൾ തെളിയിച്ച കാര്യമാണ്. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമാണെന്ന കാര്യം അറിയാമെങ്കിൽ പോലും പലരും അത് ചെയ്യാറില്ല. അത് കാരണം ശരീരം മോശമായ രീതിയിൽ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ട്രെയിൻ ചെയ്യുക. ജിമ്മിൽ പോയി വലിയ വ്യായാമങ്ങൾ ഒന്നും ചെയ്യണമെന്നില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. നമ്പർ 2, ലാക്ക് ഓഫ് സ്കിൻ കെയർ. നിങ്ങളുടെ മുഖത്തിലും ആക്നെ, പിമ്പിൾസ്, ടാൻ, പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവയ്ക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ലുക്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കാരണമാകുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഓവറോൾ ലുക്സ് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് ഇത് കാരണമായേക്കാം. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന സ്കിൻ കെയർ റുട്ടീൻ നിങ്ങളുടെ 95% പ്രോബ്ലംസിനെയും മാറ്റാൻ സഹായിക്കുന്നതാണ്. യൂസ് ദ റൈറ്റ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നതാണ് കീ. ഫേസ് വാഷ് എന്നത് മുഖത്തിൽ ആഴത്തിൽ ക്ലീൻ ചെയ്യുന്ന, അതുപോലെ തന്നെ ഫേസിൽ നിന്നും എക്സസ് ഓയിൽ, ഡേർട്ട്, ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന, എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മുസ്താക്ക് ഓഷ്യൻ ഫേസ് വാഷിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആകുന്നതും. പുരുഷന്മാരുടെ ടഫ് സ്കിന്നിന് വേണ്ടി പ്രത്യേകം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് മുസ്താക്ക് ഓഷ്യൻ ഫേസ് വാഷ്. ഇതിലടങ്ങിയിട്ടുള്ള സാലിസിലിക് ആസിഡ് പിമ്പിൾസ്, ആക്നെ തുടങ്ങിയവ കുറയ്ക്കുകയും സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഫേസ് വാഷിൽ അടങ്ങിയിട്ടുള്ള ലിക്കോറൈസ് എക്സ്ട്രാക്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഫേസ് വാഷിലുള്ള മെൻതോൾ ഉപയോഗിച്ച ശേഷം മുഖത്തിന് നല്ല കുളിർമയും ഫ്രഷ് ഫീലും നൽകുന്നു. ഇതിൻ്റെ ഫ്രാഗ്രൻസ് മെൻലിയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും അടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഉപയോഗിക്കാനായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല ഫ്ലിപ്കാർട്ടിൽ 6.5 ലക്ഷത്തിൽ പരം റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണിത്. 2 ബോട്ടിൽസ് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഒരു ബോട്ടിലിന് 125 എന്ന വളരെയധികം അഫോർഡബിളായ റേറ്റിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. 45 ദിവസത്തോളം ഉപയോഗിക്കാൻ ഇതിലെ 1 ബോട്ടിൽ തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങാനായി പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻസിലും പിൻ ചെയ്യുന്നുണ്ട്. വാങ്ങിച്ച് ഉപയോഗിച്ച് ഗുഡ് റിസൾട്ട് കിട്ടുമ്പോൾ കമൻറ്റ് ബോക്സിൽ താങ്ക്സ് പറയാൻ മറക്കല്ലേ. എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യസ്തമാണ്. നിങ്ങളുടേത് ഓയിലി ആണോ, ഡ്രൈ ആണോ, അതോ കോമ്പിനേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് വാങ്ങുക. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ദിവസേന ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ആണ് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ തുടങ്ങിയവ. ഫേസ് വാഷ് ഒരു ദിവസം 2 നേരം ഉപയോഗിക്കുക, രാവിലെയും രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുൻപും. ഇതിൽ കൂടുതൽ തവണ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റഡ് ആകുന്നതാണ്. ഫേസ് വാഷിന് ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്നതിലൂടെ മുഖം തിളക്കമുള്ളതുമാകുന്നു. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ മുഖത്തിൻ്റെ സാധാരണ ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നു. സൺസ്ക്രീൻ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥ വളരെയധികം ചൂടുള്ളതാണ്. സൂര്യനിൽ നിന്നുള്ള ഹാംഫുൾ UV റേഡിയേഷൻസിൻ്റെ എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിലൂടെ ടാനിങ്, ഡാർക്ക് സ്പോട്ട്സ്, റിങ്കിൾസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സൺസ്ക്രീൻ സ്കിന്നെ ഇവയിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് മിനിമം 50 SPF ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. നമ്പർ 3, യുവർ ഡ്രസ്സിംഗ് സ്റ്റൈൽ. ഓരോരുത്തരുടെയും ശരീരരീതി വ്യത്യസ്തമാണ്. ഒരാൾ ധരിക്കുന്ന വസ്ത്രം മറ്റൊരാൾക്ക് അതുപോലെ തന്നെ ചേരണമെന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയും മറ്റും അടിസ്ഥാനമാക്കിയായിരിക്കും ഓരോ വസ്ത്രങ്ങളും നമുക്ക് ചേരുന്നതും ചേരാതിരിക്കുന്നതും ഒക്കെ. ഇന്ന് സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു വലിയ ഗ്രൂമിംഗ് മിസ്റ്റേക്കാണ് ട്രെൻഡ്സ് പിന്തുടരുന്നതിൻ്റെ പേരിൽ താങ്കൾക്ക് ചേരാത്ത വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ശരീരം മസ്കുലാർ ആൻഡ് ഫിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏത് തരത്തിലുള്ള വസ്ത്രവും നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കൂടുതൽ ഫാറ്റോ സ്ലിമ്മോ ആണെങ്കിൽ ഡ്രസ്സിംഗ് എന്നത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം വസ്ത്രങ്ങൾ കൊണ്ട് അട്രാക്റ്റീവ് ആകുന്നത് കൂടുതൽ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് വസ്ത്രധാരണ രീതി കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിന് യോജിച്ച തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വസ്ത്രങ്ങളുടെ വില മാത്രം നോക്കി ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും നല്ല ഫലം നൽകണമെന്നില്ല. നമ്പർ 4, ലാക്ക് ഓഫ് പേഴ്സണാലിറ്റി. നിങ്ങളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ആളുകൾ എന്താണ് ശ്രദ്ധിക്കുക?
നിങ്ങൾ ഒരു വാക്ക് പോലും സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അനലൈസ് ചെയ്യും. അതായത് നിങ്ങളെങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, പെരുമാറുന്നു തുടങ്ങിയവയൊക്കെ. ഒരു പവർഫുൾ മാൻ എപ്പോഴും രാജാവിനെ പോലെ ശാന്തമായി നെഞ്ചുവിരിച്ച് ആത്മവിശ്വാസത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ആരുടെ മുന്നിലും പേടിയൊന്നുമില്ലാതെ പെരുമാറാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ സ്വന്തം ബോഡി ലാംഗ്വേജ് നന്നായി ഉപയോഗിക്കാൻ അറിയാത്തവർ മറ്റുള്ളവരുടെ ഷൈയും നെർവസുമായി കാണപ്പെടുന്നു. നിങ്ങളൊരു വ്യക്തിത്വമില്ലാത്ത ആളാണെന്ന ഇമേജിൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അമിതമായ ആശങ്കയും ഭയവുമാണ് ഇതിന് കാരണം. ഒരു സാഹചര്യത്തെയും അമിതമായി ഭയക്കാതെ കാം ആൻഡ് റിലാക്സ്ഡായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങളുടെ പേഴ്സണാലിറ്റി മികച്ചതാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി പറയാം. പോസ്ചർ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ സൂചിപ്പിക്കുന്നു. നടുവളഞ്ഞിരിക്കുന്ന പോസ്ചർ നിങ്ങൾ സബ്മിസീവ് നേച്ചറുള്ള വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ സമൂഹം പോലും പേടിക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ പേടിപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതായത് നിങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കീഴടക്കാനും ഈ ലോകത്ത് ആളുകളുണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും നെഞ്ചുവിരിച്ച് നിൽക്കാൻ ശ്രമിക്കുക. നടുനിവർത്തി ഷോൾഡേഴ്സ് വൈഡൻ ചെയ്തു വെക്കുന്നത് ശരിക്കും റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു. പ്രശ്നങ്ങളെ നേരിടാൻ കെൽപ്പുള്ളവരാണെന്നതിൻ്റെ ഒരു സിഗ്നേച്ചറാണിത്. കൂടുതൽ ഫാക്ടേഴ്സിനെ പറ്റി മനസ്സിലാക്കാം. പാർട്ട് 1 സ്റ്റാൻഡിംഗ്. ബോഡി ലെങ്തിൻ്റെ 30 മുതൽ 40% വരെ ഭാഗം കാലുകളാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന രീതി, ഇരിക്കുന്ന രീതി, നടക്കുന്ന രീതി തുടങ്ങിയവ നിങ്ങളുടെ വ്യക്തിത്വത്തെ ഡോമിനന്റ് അല്ലെങ്കിൽ വീക്കായി കാണിക്കാൻ അവയ്ക്ക് സാധിക്കും. പവർഫുള്ളായി തോന്നിക്കുന്ന സ്റ്റാൻഡിംഗ് പൊസിഷൻസ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തന്നെ അപ്ഗ്രേഡ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. പാർട്ട് 2 വാക്കിംഗ്. നിങ്ങൾ എവിടെയെങ്കിലും ആദ്യമായി കയറി ചെല്ലുമ്പോൾ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നടക്കുന്ന രീതിയായിരിക്കും. ഒരു വിമൻ്റെയും മാൻ്റെയും ബോഡി ലാംഗ്വേജിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകവും ഇതാണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി മാസ്കുലിൻ ആയിട്ടുള്ള രീതിയിൽ നടക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ട് 3 സിറ്റിംഗ്. നല്ല രീതിയിൽ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ പവർ ഡോമിനൻസ് തുടങ്ങിയവ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു. എന്നാൽ തെറ്റായ രീതിയിൽ ഒന്ന് ഇരിക്കുന്നതിലൂടെ അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് ഒരു രാജാവിനെ പോലെ റിലാക്സ്ഡായും കാമായും ഇരിക്കുക. പാർട്ട് 4 കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ശബ്ദം, നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് തുടങ്ങിയവയാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് തുടങ്ങിയവ പൂർണ്ണമായും പരിശീലനത്തെ ഡിപ്പെൻഡ് ചെയ്തു നിൽക്കുന്ന ഘടകങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നു അത്രത്തോളം നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് മികച്ചതായിരിക്കും. നിങ്ങളുടെ ശബ്ദം മികച്ചതാക്കുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കേണ്ടത് ലങ്സിൽ നിന്നല്ല, പകരം സ്റ്റൊമക്കിൽ നിന്നാണ്. അതുപോലെ വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. സംസാരിക്കുമ്പോൾ കാം ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത്. ഇത് നിങ്ങളെ കാമായിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിനായി മച്ച് സ്റ്റാക്ക് ഓഷ്യൻ ഫേസ് വാഷ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്.